ഹലോ കൂട്ടുകാരെ, നമുക്ക് ഒരു മാല ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഒരു ബീഡ് എടുത്തിട്ട് 2 സൂചികളിലായി ഒരുമിച്ച് കോർക്കുക. ഒരു വട്ടക്കണ്ണിയൊക്കെ നമ്മളിട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഒരു 10-15 ബീഡ്സുകൾ നമ്മൾ കോർക്കുന്നു. നമ്മൾ 2 സൂചികൾ വെച്ചാണ് ചെയ്യുന്നത്, 2 ഇത് ഉപയോഗിച്ചിട്ട് നൂല്. അപ്പം നമ്മളിത് 15 മുത്തുകൾ ആക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബ്ലാക്ക് ബീഡും ഒരു പിങ്ക് ബീഡും എടുക്കുന്നു. ആ ഒരു പിങ്ക് ബീഡ് ലെയർ ആയി ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നു. ലെയറാണ് നമ്മൾ ചെയ്യുന്നത്, ഇതേപോലെ ആക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക്, ഗോൾഡ് അങ്ങനെ ഇതായിട്ട് ഒരു സൂചിയിൽ മാത്രം കോർക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സൂചിയിലും ഇതേപോലെ കോർക്കുന്നു. പക്ഷേ ഈ മുമ്പ് കോർത്തതിനേക്കാൾ കുറവ് മാത്രമേ കോർക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒരു പിങ്ക് ബീഡിട്ട് വീണ്ടും 15 ഗോൾഡൻ ബീഡ്സ് വീണ്ടും ഇടുന്നു. ഇപ്പോൾ നമ്മുടെ ലെയർ മാല ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു വട്ടക്കണ്ണിയിട്ട് കെട്ടിയാൽ നമ്മുടെ മാല റെഡിയായി. ഇതാ നമ്മൾ വട്ടക്കണ്ണിയൊക്കെ ആദ്യമേ കെട്ടി വച്ചിട്ടുണ്ട്. ഇപ്പുറത്തും ഇനി അതേപോലെ കെട്ടിയാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്രാക്ടീസിന് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തേ നമ്മൾ വട്ടക്കണ്ണിയൊക്കെ കെട്ടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു മാല ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മേലെ നമ്മളൊരു മാല ഇന്നലെ ചെയ്തതായിരുന്നു. ഇത് ഒരു ബോക്സ് ഷേപ്പിലാണ് വരിക, കണ്ടില്ലേ? ഒരു ബോക്സ് ഷേപ്പ് പോലെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മുടെ മാല ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് മത്സരത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പിങ്ക് ഒക്കെ ചെയ്യുന്നത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.